ഒന്നും രണ്ടും രൂപയുടേതല്ല, പണിക്കൂലി അടക്കം 5,30,000 രൂപയുടെ ഉരുപ്പടി. ഒറ്റും അടയാളവും കൃത്യമെന്നുറപ്പാക്കി ആറന്മുള പോലീസ് അത് ജോർജ് പി ഈശോയ്ക്ക് കൈമാറി. 6-ാം ദിവസം ഉടമ തേടിയെത്തിയിരിക്കുകയാണ്. 38 ഗ്രാം തൂക്കമുള്ള കയ്യിലെ ചെയിൻ നഷ്ടപ്പെട്ടത് കോഴഞ്ചേരി സ്വദേശി ജോർജ് പി ഈശോയുടേതാണ്. 10-10:30 ആയപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഫോൺ എടുത്ത് ഫേസ്ബുക്ക് നോക്കിയപ്പോൾ നമ്മുടെ അനിലിൻ്റെ ഫോട്ടോ അതിനകത്ത് കണ്ടപ്പോഴത്തേക്ക് ഞാനൊന്ന് സർപ്രൈസ് പോയി. ഇതെന്തോ ഇപ്പോൾ അപ്പോൾ എനിക്കങ്ങ് ചലിച്ചു പോയി. കാരണം 38 ഗ്രാം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇത് എൻ്റെ തന്നെ ഞാൻ ഓർമ്മിച്ചു. ഒരു ദിവസം രാവിലെ കടയിൽ ചെന്ന് അദ്ദേഹത്തിനെ കണ്ടപ്പം പറഞ്ഞു, അദ്ദേഹം ഞാൻ അടയാളമൊക്കെ പറഞ്ഞു കൊടുത്തവൻ പറഞ്ഞു, എന്നാൽ അച്ഛൻ എങ്ങും പോകണ്ട, ഇതിൻ്റെ സംഗതി എന്ന് പറഞ്ഞു. ശ്രീലക്ഷ്മി ജ്വല്ലറി ഉടമ അനിൽകുമാറിന്റെ സുഹൃത്തും നാട്ടുകാരനുമാണ് ജോർജ് പി ഈശോ. കനത്തിലൊരു ചെയിൻ ജോർജിന്റെ കയ്യിൽ കിടക്കുന്നത് മുൻപ് അനിൽകുമാറും കണ്ടിട്ടുണ്ട്. അദ്ദേഹം വേറൊരു സത്യമായ കാര്യം കൂടെ അതിനകത്ത് ഞങ്ങളുടെ ഇതിൽ പ്രകാരം വിവരിച്ചു തന്നു. അതിൻ്റെ കൊളുത്ത് സ്വർണ്ണമല്ല എന്ന് പറഞ്ഞു. സാധാരണഗതിക്ക് ആരും അങ്ങനെ പറയാറില്ല, മൂടി വെക്കും. പക്ഷേ ഇത് ശരിയാണ്, കൊളുത്ത് സ്വർണ്ണമല്ലായിരുന്നു. അത് അദ്ദേഹത്തിന് കൊളുത്ത് നഷ്ടപ്പെട്ടു പോയതിന് വേറൊരു സ്വർണ്ണം കൊളുത്ത് വാങ്ങിച്ചിട്ടു. അതുകൂടെ കേട്ടപ്പോൾ അതാണെന്നുള്ളതിന് 100% ഉറപ്പുണ്ട്. ഭർത്താവ് റജിക്ക് വഴിയിൽ നിന്നും കിട്ടിയ ആഭരണം സ്വർണമാണോ അല്ലയോ എന്നതിൽ ശ്രീലതയ്ക്ക് ഉറപ്പുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് അവർ ജ്വല്ലറിയിലെത്തിയത്. ഏതാനും ദിവസം കയ്യിൽ കരുതിയത് 4.25 പവന്റെ ആഭരണമാണ് എന്നത് അവരെയും അതിശയപ്പെടുത്തിയിരുന്നു. അപ്പോഴും സ്വർണം ഉടമയ്ക്ക് തന്നെ തിരിച്ചു കിട്ടണമെന്നതായിരുന്നു ശ്രീലതയുടെ ആഗ്രഹം. സന്തോഷമായി. ഞാൻ എന്ത് ചെയ്താലും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അത് നന്മയാകണമെന്ന് മാത്രം വെച്ചാണ് ഞാൻ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇത് ചെയ്തത്. ശ്രീലതയുടെ സത്യസന്ധതയ്ക്ക് മികവാർന്ന ഒരു സമ്മാനം ജോർജ് മനസ്സിൽ കരുതിയിട്ടുണ്ട്. എൻ്റെ തലേനാട്ട് പള്ളി ഞാൻ ഇത് രാസം നടത്താമെന്നുണ്ടോ പോയത്. അങ്ങനെ ചിന്തിച്ചപ്പോൾ എനിക്ക് ദൈവം ഉയർത്തെഴുന്നേറ്റ് പോലെ ഇത് തന്നത്. അത് ഭയങ്കര അതിശയം. അത് അവർക്ക് ആവശ്യമായ സംഗതിക്ക് ഫ്രിഡ്ജില്ലെന്ന് ഫ്രിഡ്ജ് വാങ്ങിച്ചു കൊടുക്കും, അലമാരി ഇല്ലെന്ന് അലമാരി വാങ്ങിച്ചു കൊടുക്കും, ഞാൻ ഉദ്ദേശിക്കുന്ന തുകയ്ക്ക് വാങ്ങിച്ചു കൊടുക്കും. ഇലന്തൂർ BEd കോളേജിലെ താൽക്കാലിക ജീവനക്കാരിയാണ് ശ്രീലത. ശനിയാഴ്ച വൈകുന്നേരമാണ് ഇവരുടെ ഭർത്താവ് റജിക്ക് കോഴഞ്ചേരി വഴിയരികിൽ നിന്നും മുക്കുപണ്ടമെന്ന് തോന്നിച്ച ആഭരണം കിട്ടിയത്. സതീഷ് തിരുവല്ലയ്ക്കൊപ്പം CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട. ന്യൂസ് ഡെസ്കിൽ നിന്നും തത്സമയം ജയലക്ഷ്മി ചേർന്നു. ജയലക്ഷ്മി, ഗുഡ് മോർണിംഗ്. നമ്മൾ എന്തുകൊണ്ട് ഇത്തരം ചില കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നു എന്ന് ചില മനുഷ്യരെങ്കിലും ചിലപ്പോൾ ചോദിക്കാറുണ്ട് എന്നോട്. പക്ഷേ അതിന് നമുക്കൊക്കെ കൊടുക്കാവുന്ന ഒരൊറ്റ ഉത്തരമാണ്, സത്യസന്ധരായ മനുഷ്യർ ഇപ്പോഴും നമുക്കിടയിൽ ഉണ്ട്, അതുപോലെ മറ്റുള്ളവർക്കും ആവാൻ കഴിയുമെന്നത് ചൂണ്ടിക്കാണിക്കാൻ കൂടി വേണ്ടിയാണ്, അല്ലേ? ഗുഡ് മോർണിംഗ് മോത്തി. തീർച്ചയായിട്ടും ഇപ്പോൾ സ്വർണ്ണത്തിന്റെ വില ഇങ്ങനെ റോക്കറ്റ് പോലെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി കൂടിയാലും കുറഞ്ഞാലും നമുക്ക് അർഹതപ്പെടാത്തത് നമ്മൾ എടുക്കരുത് എന്നൊരു വലിയ മെസ്സേജാണ് ഈ ശ്രീലത എന്നൊരു സാധാരണ വീട്ടമ്മ നമുക്ക് നൽകുന്ന ഒരു സന്ദേശം. എല്ലാവരും പറയാറുണ്ട്, ഈ വന്ന കാലത്ത് ഇങ്ങനെയൊക്കെ ആളുകൾ ചിന്തിക്കുമോ, സ്വർണ്ണം കിട്ടിയാൽ ആരെങ്കിലും കൊടുക്കുമോ എന്നൊക്കെ. പക്ഷെ അങ്ങനെ ഉണ്ട് എന്ന് ഇത്തരം കഥകൾ കാണുമ്പോൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഊർജ്ജമുണ്ട്. സത്യസന്ധരായ മനുഷ്യർ നമുക്കിടയിൽ ഉണ്ട്, മനുഷ്യത്വമുള്ളവരുണ്ട് എന്നൊക്കെ. ഈ കഥയിലേക്ക് വരികയാണെങ്കിൽ ഈ ജോർജ് ബഹ്റൈനിൽ ഏറെക്കാലം ജോലി ചെയ്തിരുന്ന ഒരു മനുഷ്യനാണ്. അവിടുന്ന് 2000-ലാണ് അദ്ദേഹം തിരിച്ച് നാട്ടിലേക്ക് എത്തുന്നത്. അപ്പോൾ ഈ കിട്ടിയ സാലറി ഒക്കെ കൂട്ടി വെച്ചിട്ടാണ് ഈ ഒരു ചെയിൻ അദ്ദേഹം വാങ്ങുന്നത്. അപ്പം ആള് ഇത്രയും വില കൂടി, അതായത് ഒരു 3.5 പവനൊക്കെയുള്ള ചെയിൻ ഇട്ടുകൊണ്ട് നടക്കുമ്പോൾ എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ അദ്ദേഹത്തിന് ഈ ഒരു സ്വർണ്ണത്തോടൊക്കെ ഒരു അതിയായ കമ്പമുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹം ഇത് ഇടാനായിട്ട് വലിയ രീതിയിൽ ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ അദ്ദേഹം ഇത് ഇട്ടുകൊണ്ട് നടക്കുന്നത്. അപ്പം കുറേ കാലം ഇട്ടപ്പോൾ സ്വാഭാവികമായിട്ടും സ്വർണ്ണത്തിൻ്റെ ആ ഒരു പകിട്ട് മങ്ങുന്നുണ്ട്. അതേപോലെ ഇതിൻ്റെ കൊളുത്ത് അടർന്നു പോയി. അങ്ങനെ ഈ തൂക്കത്തിലുള്ള ഒരു കൊളുത്ത് വാങ്ങാൻ സാമ്പത്തികമായിട്ട് അന്ന് പറ്റാത്തത് കൊണ്ട് തന്നെ ഇദ്ദേഹം ഇത് വരവിൽ ഈ കൊളുത്തുണ്ടാക്കുന്നു. അങ്ങനെ അത് വീണ്ടും ഇട്ടുകൊണ്ട് നടക്കുന്നു. അങ്ങനെയാണ് കഴിഞ്ഞ ശനിയാഴ്ച ഈ സ്വർണ്ണം നഷ്ടപ്പെടുകയും കഴിഞ്ഞ ശനിയാഴ്ച റജി എന്ന ആൾക്ക് ഈ സ്വർണം കിട്ടുകയും ചെയ്യുന്നത്. പക്ഷെ അപ്പോഴും ഇയാൾക്ക് അറിയില്ല ഇത് സ്വർണ്ണമാണോ എന്നുള്ളത്. കാരണം ഈ ഒരു ചെയിനും കൊളുത്തും തമ്മിലുള്ള ഒരു വ്യത്യാസം മനസ്സിലാക്കുമ്പോൾ ഇത് പെട്ടെന്ന് റോൾഡ് ഗോൾഡ് ആണോ സ്വർണ്ണമാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഇദ്ദേഹം ഇത് വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. അപ്പം ഭാര്യയും മക്കളും ഒക്കെ ഉണ്ട്. അപ്പം മകള് പറയുന്നു, നമുക്കിത് വീട്ടിലെ പൂച്ചയ്ക്ക് ചെയിനായിട്ട് മണി കെട്ടിക്കൊടുക്കാമെന്ന് പറയുന്നു. അപ്പോഴും ഇവർക്കൊരു സംശയമുണ്ട്, ശരിക്കും സ്വർണ്ണമാണോ എന്നുള്ളത്. അപ്പോൾ ഈ വീട്ടമ്മയായ ശ്രീലത അടുത്തുള്ള ഒരു കോളേജിലെ താൽക്കാലിക ജീവനക്കാരിയാണ്. അപ്പം അവർ ഈ കോളേജിലേക്ക് ഈ സ്വർണം കൊണ്ടുപോയിട്ട് ടീച്ചേഴ്സിനൊക്കെ കാണിക്കുന്നു. ഇത്
സ്വർണ്ണമാണോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ടീച്ചർമാരും നോക്കിയിട്ട് പറയുന്നു ഇല്ല ഇത് സ്വർണ്ണം അല്ല എന്ന് പറയുന്നു. ഇനി സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ജ്വല്ലറിയിൽ കാണിച്ചോളൂ എന്ന് പറയുന്നു. അങ്ങനെയാണ് ശ്രീലത ഈ ജ്വല്ലറിയിലേക്ക് എത്തുന്നത്. അവിടെ എത്തുമ്പോഴാണ് ഈ കഥയിലൊരു ട്വിസ്റ്റ് ഉണ്ടാകുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ജ്വല്ലറി ഉടമയ്ക്ക് ഈ ജോർജിനെ അറിയാം, അതേപോലെ ചില പോലീസുകാർക്കും അറിയാം. അപ്പം ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഈ ചെയിൻ ഉണ്ട് എന്നുള്ളത് അറിയാം, പക്ഷേ ഒരു പെട്ടെന്ന് എടുത്തു കൊടുക്കാനും പറ്റില്ലല്ലോ. അങ്ങനെ ഇദ്ദേഹം ഈ പോസ്റ്റ് ഇടുന്നു. അതിനുശേഷം ഈ ഒരു ജോർജിൻ്റെ വെളിയെത്തുന്നു. പിന്നെ ഇദ്ദേഹം ആൽബം ഒക്കെ ആയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നു. അപ്പോൾ ഇതൊക്കെ ഒത്തു നോക്കിയിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ സ്വർണ്ണമാണ് ഇത് എന്നുള്ളത് തിരിച്ചറിയുന്നത്. അങ്ങനെ ഇദ്ദേഹത്തിന് അത് തിരിച്ചു കിട്ടുകയും ചെയ്യുന്നു. നമ്മൾ ആ സ്റ്റോറിയിൽ കണ്ടതുപോലെ തന്നെ ജോർജ് പറയുന്നുണ്ട് ശ്രീലതയുടെ കുടുംബത്തിന് ഫ്രിഡ്ജില്ല, അലമാരയില്ല എന്നുള്ളതൊക്കെ. അപ്പോൾ അദ്ദേഹം അത് വാങ്ങിക്കൊടുക്കാമെന്ന് പറയുന്നു. അപ്പോൾ ആ സമ്മാനത്തിൻ്റെ വലിപ്പമല്ല, അദ്ദേഹത്തിന് കിട്ടിയ ഒരു സന്തോഷം, ആ ഒരു ഈ കാലത്തും ഇങ്ങനെ ആളുകൾ ഉണ്ടല്ലോ, തിരിച്ചേൽപ്പിച്ചല്ലോ എന്നുള്ളൊരു സ്നേഹമാണ്. അത് തിരിച്ചേൽപ്പിക്കാൻ കാണിച്ച ആ മനസ്സും അതിന് സമ്മാനം കൊടുക്കാൻ കാണിച്ച ആ മനസ്സും അതാണ് മലയാളി പൊളിയാണ് ജയലക്ഷ്മി.